നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളുണ്ട്. പ്രതിപക്ഷത്തിനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സർക്കാരിനെതിരെ ഉയർത്താനുണ്ട്. സർക്കാർ അതിൽ എങ്ങനെ പ്രതിപക്ഷത്തെ പ്രതിരോധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. VS അച്യുതാനന്ദൻ അടക്കമുള്ള മുൻ സാമാജികർക്ക് അന്തിമോപചാരം അർപ്പിച്ച് സഭ ഇന്ന് പിരിയും. നിയമനിർമ്മാണത്തിനു വേണ്ടി 12 ദിവസം ചേരുന്ന സഭയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും കൊമ്പുകോർക്കാൻ വിഷയങ്ങൾ നിരവധിയാണ്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയുണ്ടായിട്ടില്ല. രാഹുലിനെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഭരണപക്ഷ തീരുമാനം. പ്രതിപക്ഷം എങ്ങനെ അതിനെ പ്രതിരോധിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സഭയിൽ രാഹുൽ എത്തുന്നതിൽ കോൺഗ്രസിൽ 2 നിലപാട് തുടരുന്നുണ്ട്. രാഹുലിനെ A ഗ്രൂപ്പ് പിന്തുണയ്ക്കുമ്പോൾ മാറി നിൽക്കണമെന്ന നിലപാടിലാണ് VD സതീശൻ വിഭാഗം. എന്തായാലും നമുക്ക് വിവരങ്ങൾ റിപ്പോർട്ടേഴ്സിൽ നിന്ന് നേരിട്ട് തന്നെ തേടേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സീൻലാബ്ദീൻ, ഒപ്പം തന്നെ ലിജോ റോളൻസ് കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സെയ്ഫ് ആൻഡ് ലിജോ, രണ്ടുപേർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ആദ്യം സെയ്ഫിനാണ്. സെയ്ഫ്, അതായത് ഇന്നിപ്പോൾ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് വിഷയങ്ങൾ അത് പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കാനുണ്ട്. അത് പോലീസ് കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. രമേശ് ചെന്നിത്തല ഉയർത്തിയ PM കുസുമുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ എടുത്തിടാനുള്ള സാധ്യതയൊക്കെ ഇന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിയമസഭാ സമ്മേളനം ഇന്നിപ്പോൾ ഔദ്യോഗികമായി മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും നിർണായകമായ ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. അതെ, ഈ സഭാ സമ്മേളനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർക്ക് ഒരുപക്ഷെ ഒരു ഭയങ്കര രസകരമായ ദിനങ്ങളാണ്. അത് പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേൾക്കാൻ പറ്റും, രാഷ്ട്രീയ കൗതുകങ്ങൾ കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ സഭാ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായി നമുക്ക് കണക്കാക്കാൻ കഴിയുക. ഇന്നിപ്പോൾ സഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ ആരംഭിക്കുമ്പോൾ അതിനകത്ത് നിരവധി വിഷയങ്ങൾ ഉയർന്നു വരാനുണ്ട്. ഇന്ന് പക്ഷേ കാര്യമായിട്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വരാൻ സാധ്യത കുറവാണ്. അതിൽ ഏറ്റവും വലിയ കൗതുകം അല്ലെങ്കിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയായി ഉയർന്നു വന്നിരിക്കുന്നത് ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ്. കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുൽ വരുന്നത് സംബന്ധിച്ച് 2 അഭിപ്രായങ്ങൾ ഉണ്ട്. അതിൽ A ഗ്രൂപ്പ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വരണം എന്നുള്ള നിലപാടുണ്ട്. പക്ഷെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണെങ്കിൽ കട്ടയ്ക്ക് നിൽക്കുകയാണ്. അദ്ദേഹം വരേണ്ടതില്ല എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സഭയിൽ ഇരുത്തിക്കൊണ്ട് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വരേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ A ഗ്രൂപ്പ് അങ്ങനെ ഒരു നിലപാടിലല്ല ഉള്ളത്. A ഗ്രൂപ്പ് പരസ്യമായ പിന്തുണ അദ്ദേഹത്തിന് പരസ്യമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അദ്ദേഹം വരണം എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാഹുൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് നമുക്കിപ്പോഴും അറിയാൻ കഴിയുന്നത്. വീട്ടിൽ തന്നെ ഒരുപക്ഷെ ഒരുപക്ഷെ അദ്ദേഹം വന്നേക്കാം. ഇന്ന് വന്നാലും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്കോ മറ്റു നടപടികളിലേക്കോ ഒന്നും കടക്കില്ല. ഈ ഇടതുപക്ഷത്തെ അംഗങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാരോടുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അങ്ങനെ ഒരു പ്രതിഷേധ സ്വഭാവത്തിലേക്കൊന്നും പോകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ പ്രസംഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബില്ലുമേലുള്ള ചർച്ചയുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്മേലുള്ള ചർച്ചയിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോവുക എന്നതിനപ്പുറത്തേക്ക് ഒരു MLA സഭയിൽ വരുന്നതിന് ഞങ്ങൾ എതിർക്കേണ്ട കാര്യമില്ലല്ലോ എന്ന നിലപാടിലാണ് ഇടതുപക്ഷം ഉള്ളത്. പക്ഷേ അദ്ദേഹം സഭയിൽ വന്നു കഴിഞ്ഞാൽ അത് ചെറിയ പ്രസംഗമായിരിക്കില്ല ഈ ഇടതുപക്ഷ അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. അത് കത്തിപ്പടരുന്ന പ്രസംഗങ്ങൾ ഉണ്ടാകും. അത് ചാറ്റുകളടക്കം എടുത്തുയർത്തി, സ്ക്രീൻഷോട്ട് അടക്കം എടുത്തുയർത്താനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. സഭാരേഖകളിൽ ഇത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഓഡിയോ സംഭാഷണങ്ങൾ അടക്കം സഭാരേഖയുടെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനെ പ്രതിപക്ഷം എങ്ങനെ പ്രതിരോധിക്കും എന്ന് ചോദിച്ചാൽ ഈ പല MLA-മാരും, ഇപ്പോൾ മുകേഷിൻ്റെ കാര്യമായാലും ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായാലും AK ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായാലും അതെല്ലാം എടുത്തുയർത്തിക്കൊണ്ട് അതിനെ പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കടന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പൂർണ്ണ പിന്തുണ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല. അദ്ദേഹം കാരണം അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. പ്രത്യേക ബ്ലോക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. നേരത്തെ PV അൻവർ ഇരുന്നൊരു ബ്ലോക്കുണ്ട്, ഈ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇടയിലൊരു ബ്ലോക്കുണ്ട്. ആ ബ്ലോക്കിനകത്ത് ഇരുത്താൻ വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല. ഇനിയുള്ളത് അതിനകത്ത് ഒരു സ്കോപ്പായിട്ടുള്ളത്, അദ്ദേഹം സഭയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരികയാണെന്നുണ്ടെങ്കിൽ, തനിക്ക് എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു MLA അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെച്ചാൽ അത് സ്പീക്കർ സ്വാഭാവികമായിട്ടും അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനൊരു
സാധ്യതയാണ് അതിനകത്ത് നിലനിൽക്കുന്നത്. പിന്നീടുള്ളത് ഈ ഒക്ടോബർ 10 വരെയാണ് നിയമസഭാ സമ്മേളനം നീണ്ടു നിൽക്കുന്നത്. വിവിധ വിഷയങ്ങളുണ്ട്. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ ന്യൂനപക്ഷ സംഗമം എന്ന ആരോപണം, അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. ഇതിനെല്ലാം ഇടയിലാണ് സഭാ സമ്മേളനം ചേരുന്നത്. സ്വാഭാവികമായിട്ടും വിവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിപ്പടരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാന നിയമസഭാ സമ്മേളനമായതുകൊണ്ട് എല്ലാ വിഷയങ്ങളും ചൂടുപിടിപ്പിക്കുന്നതാണ്. സഭ കത്തിപ്പടരും എന്ന കാര്യത്തിൽ സംശയമില്ല ജിൻസി.